സൗഹൃദത്തിനകത്തൊരു തൃത്വം എനിക്ക് അനുഭവമായിട്ടുണ്ട്. ആ ഘടനയാണ് ജോളിച്ചേട്ടനും സിബുവച്ചൻ കൈലാഷ് ഈ തൃത്വഘടന എന്നെ ക്ഷണിക്കുന്നു. അപ്പോൾ സിബുവച്ചൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും KCJC എന്നൊക്കെ ഞാൻ പത്രദ്വാര വാർത്തകൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. വന്നപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കളും കൂടി എന്നെ അച്ഛനെ പരിചയപ്പെടുത്തുകയാണ്. അന്ന് അച്ഛൻ എന്നെ കണ്ടിട്ട് ആദ്യം അഭിസംബോധന ചെയ്തത് ചേട്ടാ എന്നാണ്. ഒരച്ഛൻ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്നൊരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. പുരോഹിതന്മാരുടെ ഭാഷ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തിൽ? അധികാരത്തിന്റെ ഭാഷ, അടുത്തു നിൽക്കുന്ന ആളോടുള്ള അധികാരത്തിന്റെ ശ്രേണീകരിക്കപ്പെട്ട ഭാഷ, ഇതിനെല്ലാം അപകർമ്മിച്ച ആളാണ് എന്നെ സംബന്ധിച്ച് സംഭവിച്ചത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. ഭാഷ എന്നാൽ വെറും ഭാഷ മാത്രമല്ല, ഭാഷ എന്നാൽ സ്വത്വം തന്നെയാണ്. ഞാൻ പിന്നീട് അച്ഛനോട് സഹകരിച്ചപ്പോഴൊക്കെ ബോധ്യപ്പെട്ട കാര്യം, അധികാരത്തെയും അഹംഭാവത്തെയും എത്രമാത്രം ഒഴിച്ചു കളയാമോ. ആത്മീയതയുടെ വലിയ ഒരു പൂമുഖമാണത്. അധികാരത്തെയും അഹംഭാവത്തെയും എല്ലാം ഒഴിച്ചു കളഞ്ഞ് വളരെ സാഹോദര്യപൂർവ്വം നമ്മളിൽ ഒരാളായി മാറുക എന്ന് പറയുന്ന ക്രൈസ്തവ മൂല്യമുണ്ടല്ലോ, നമ്മളതിനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് വിളിക്കുന്നത്. ആ ക്രൈസ്തവതയിലേക്ക് വന്ന ഒരാളായിട്ടാണ് എന്നെ സംബന്ധിച്ച് സിബുവച്ചൻ. അതുകൊണ്ട് തന്നെ പറയാം, ആത്മീയതയും ഭൗതികതയും സംലയിക്കുന്ന ഒരു കർത്തൃസ്ഥാനമാണ് സിബുവച്ചന് ഉള്ളത്. ലോകം ഇട്ടുകൊണ്ട് അച്ഛനച്ഛൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഒരു സഹോദര തുല്യനായ മനുഷ്യനായിട്ട് കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ ആദ്യത്തെ സംരംഭത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. ഞാൻ നാടകോത്സവത്തിൽ സംസാരിക്കുന്നു. അന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ദീർഘമായി സംസാരിക്കാനും സമയമില്ല. അന്ന് കുളൂർ മാഷിനെ പോലെ ഉള്ള മറ്റൊരു അഭിപ്രായം കൂടി വേദിയിലുണ്ട്. പക്ഷേ ആ ഉദ്ഘാടന ശേഷം ആദ്യത്തെ നാടകം അരങ്ങേറുമ്പോൾ ഞങ്ങൾ പുറത്തു മാറി കുറച്ചു നേരം സംസാരിക്കുകയുണ്ടായി. അപ്പോഴാണ് സിബുവച്ചന്റെ ഒരു വൈജ്ഞാനികത എനിക്ക് ബോധ്യപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ പല പുരോഹിതർക്കും ആത്മീയമായ അന്തർജ്ഞാനം, ഇൻറ്റ്യൂഷൻസ്, നോളജ് സിസ്റ്റം ഉണ്ടാകാം. പക്ഷെ ബാക്കി കാര്യങ്ങൾ എത്രമാത്രം അറിയാൻ കഴിയുന്നു എന്നത് സംശയാസ്പദമായ കാര്യമാണ്. ഇതിന് ഒരുപാട് അപവാദങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ കണ്ടു പരിചയിച്ച ആൾക്കാർക്ക് ഒരുപക്ഷെ ആത്മീയതയ്ക്കപ്പുറം മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ വളരെ കുറവാണ്.